നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അറബിക്. അറബിക്കിൽ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ പഠിച്ചു? അലിഫ്, ബ, ത. ഒന്ന് പറഞ്ഞേ. അലിഫ്, ബ, ത. ഓക്കേ, അത് എങ്ങനെ എഴുതുക? അലിഫ് എങ്ങനെ എഴുതും? അലിഫ്. ഇനി ബാ എങ്ങനെ എഴുതുക? ഒരു ചരിഞ്ഞ വര എന്നിട്ട് ഒരു പാത്രം പോലെ വരച്ചിട്ട് താഴെ ഒരു പുള്ളി ഇട്ടാൽ എന്താ ബ. ഇനി ത എങ്ങനെ എഴുതുക? ചെരിഞ്ഞ വര ഒരു പാത്രം പോലെ വരയ്ക്കുക എന്നിട്ട് മുകളില് 2 പുള്ളി ഇട്ടാലാണ് എന്തായത്? ത. അലിഫ്, ബ, ത. അലിഫ്, ബ, ത. ഓക്കേ, ഈ 3 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ത കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരമായിട്ടുള്ള സ. ഒന്ന് പറഞ്ഞേ. സ. അലിഫ്, ബ, ത. ത കഴിഞ്ഞാൽ ഏതാ? സ. ഒന്ന് പറഞ്ഞേ. സ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം സ. ഒന്നുകൂടെ പറഞ്ഞേ. സ. കണ്ടോ, നാവ് ഇങ്ങനെ പുറത്തേക്ക് വരണം. സ. ഓക്കേ, ഒന്നുകൂടെ പറഞ്ഞേ. സ. ഒന്നുകൂടെ പറഞ്ഞേ. സ. ഒന്നുകൂടെ പറഞ്ഞേ. സ. ഓക്കേ, ഇത് ത. ഇത് ത. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നേ സ. ഇനി സ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഓക്കേ, ഇവിടെ ശ്രദ്ധിച്ചേ. ഈ ത എഴുതുന്ന പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഒരു ചെരിഞ്ഞ വര എന്നിട്ട് പാത്രം പോലെ വരയ്ക്കുക, 2 പുള്ളി ഇങ്ങനെ ഇട്ടാൽ എന്താ ത. ഇതാണ് ത. ഓക്കേ, ഇനി സ എഴുതുമ്പോ ഈ 2 പുള്ളിന്റെ മുകളിലായിട്ട് നടുവില് ഒരു പുള്ളി ഇട്ടാൽ എന്തായി? സ. ഇതാണ് സ. ഒന്നുകൂടെ പറഞ്ഞേ. സ. ഓക്കേ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു ചെരിഞ്ഞ വര എന്നിട്ട് ഒരു പാത്രം പോലെ വരയ്ക്കുക, എന്നിട്ട് 3 പുള്ളി വേണം. 1, 2, മൂന്നാമത്തെ എവിടെയാണ് ഇടുക? ഈ 2 പുള്ളിന്റെയും മുകളിൽ കണ്ടോ, ഈ 2 പുള്ളിനെ നടുവിലായിട്ട് വരുന്നിരിക്കും. മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, നടുവിലാണ് വന്നത്. ഇതാണ് സ. ഇതാണ് സ. ഒന്ന് പറഞ്ഞേ. സ. ഒന്നുകൂടെ പറഞ്ഞേ. സ. എങ്ങനെ എഴുതുക? ഒരു ചെരിഞ്ഞ വര പാത്രം പോലെ വരയ്ക്കുക, എന്നിട്ട് 3 പുള്ളി കണ്ടോ, ഇങ്ങനെ 3 പുള്ളി ഇട്ടാലാണ് എന്തായത്? സ. എന്തായത്? സ. ഓക്കേ, ഒന്ന് പറഞ്ഞേ. സ. എങ്ങനെ എഴുതുക? ചെരിഞ്ഞ വര പാത്രം പോലെ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എത്ര പുള്ളി കൊടുക്കണം? 3 പുള്ളി. എങ്ങനെ കൊടുക്കുക? 1, 2, ഇതിന്റെ മുകളിലായിട്ട് ഒന്നുകൂടി കൊടുക്കുക. അപ്പൊ എന്തായി? സ. എന്തായി? സ. എഴുതിക്കൂടെ? നിങ്ങൾക്ക് ഇനി സ്ലേറ്റിൽ എഴുതിക്കൂടെ? എളുപ്പമല്ലേ എഴുതിക്കൂടെ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ്? സ. ഓക്കെ, ഇനി സ വെച്ചിട്ട് നമുക്കൊരു വാക്ക് പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? ചിത്രം കാണിച്ചു തരാം. ഇതെന്താണ്? ഡ്രസ്സാണ് അല്ലേ? ഓക്കെ, ഡ്രസ്സ്. ഈ ഡ്രസ്സിന് സ വെച്ചിട്ട് അറബിക്കിൽ ഒരു പേര് പറയും. എന്താണെന്നറിയോ? സൗബുൻ. ഒന്ന് പറഞ്ഞേ. സൗബുൻ. ഇതെന്താണ്? സൗബുൻ. അപ്പൊ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ്, ചിത്രം തന്നിട്ട് ഇതെന്താ ചോദിക്കുമ്പോ നിങ്ങൾ എന്താ പറയാ? സൗബുൻ. 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 ഒന്നുകൂടെ പറഞ്ഞേ. സൗബുൻ. സൗബുൻ. ഒന്നുകൂടെ പറഞ്ഞേ. സൗബുൻ. ഒന്നുകൂടെ പറഞ്ഞേ. സൗബുൻ. ഓക്കേ, അപ്പൊ നമ്മൾ ഇന്ന് ഏതക്ഷരം പഠിച്ചേ? സ. സൗബുൻ. സ. സൗബുൻ. ഓക്കേ, ഞാൻ സൗബുൻ ബോട്ടിൽ നോട്ടിക്കാൻ പോവാണേ. ഒന്ന് പറഞ്ഞേ. സൗബുൻ. സ. സൗബുൻ. സ. സൗബുൻ. സ. സൗബുൻ. സ. സൗബുൻ. ഓക്കേ, ഇനി നമുക്ക് ഈ സ എന്ന അക്ഷരത്തിന് ഫതഹ്, കിസ്ർ, ലമ്മ, സുകൂന് അതൊക്കെ ചേർത്തിട്ടൊന്ന് എഴുതി നോക്കിയാലോ? ഓക്കേ, ഇവിടെ നോക്കിക്കേ. ഏതക്ഷരം? ത ആണോ? അല്ല, 3 പുള്ളി ഉണ്ട്. അപ്പൊ എന്താണ്? സ. വെരി ഗുഡ്. എന്താണ്? സ. ഒന്നെന്ന് പറഞ്ഞേ. സ. സഇന് ഫതഹ് കൊടുത്താൽ സ. സഇന് ഫതഹ് കൊടുത്താൽ സ. ഓക്കേ, ഇനി സഇന് കിസ്ർ കൊടുത്താൽ സി. സഇന് കിസ്ർ കൊടുത്താൽ സി. ഇനി സഇന് ഗമ്മു കൊടുത്താൽ സു. സഇന് ഗമ്മു കൊടുത്താൽ സു.
ഓക്കെ ഇനി സ ഇന് സുക്കൂന് കൊടുത്താൽ സ്. സ ഇന് സുക്കൂന് കൊടുത്താൽ സ്. സ സി സു സ്. സ സി സു സ്. സ സി സു സ്. ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഏത് അക്ഷരാണ് പഠിച്ചത്? ഏത് അക്ഷരാ പഠിച്ചേ? ഒന്ന് പറഞ്ഞേ. സ. ഏതാ പഠിച്ചേ? സ. ഒന്ന് പറഞ്ഞേ. സ. ഓക്കെ സ വെച്ചിട്ട് എന്ത് പഠിച്ചു? സൗബുൻ. എന്ത് പഠിച്ചു? സൗബുൻ. സൗബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡ്രസ്സിനാണ് എന്ത് പറയാ? സൗബുൻ. ഓക്കെ എന്താ പറയാ? സൗബുൻ. സ സൗബുൻ. സ സൗബുൻ. ഓക്കെ പിന്നെ എന്ത് പഠിച്ചു? സ സി സു സ്. സ സി സു സ്. സ ഇന് ഫതഹ വന്നാൽ സ. സ ഇന് കസ്റ വന്നാൽ ഫി. സ ഇന് വമ്മു വന്നാൽ സു. സ ഇന് സുക്കൂൻ വന്നാൽ സ്. ഓക്കേ ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 8 ഒന്ന് എടുത്തേ. കണ്ടോ? ഏതക്ഷരം? സ. ഏതക്ഷരം? സ. ഒന്ന് പറഞ്ഞേ. സ. ഓക്കേ ഈ സ എന്ന അക്ഷരത്തെ നിങ്ങൾ ഒന്ന് കളർ ചെയ്യാം. ഓക്കേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാം ട്ടോ. പിന്നെ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സൗബുൻ. ഒന്ന് പറഞ്ഞേ. സൗബുൻ. സൗബുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രസ്സിനാണ് എന്ത് പറയാ? സൗബുൻ. ഓക്കേ ഡ്രസ്സിനാണ് എന്ത് പറയാ? സൗബുൻ. ഓക്കേ പിന്നെ ഇവിടെ റെഡ് കളറിൽ എന്ത് എഴുതിയിട്ടുണ്ട്? സ സ സി സു സ്. ഓക്കേ പിന്നെ ഇവിടെ സ സി സു സുനെ താഴേക്ക് എഴുതാനുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം സ്ലേറ്റിൽ എഴുതി പഠിക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു ചിത്രം ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ. എന്താണത്? എന്താണ്? എന്താണെന്ന് പറഞ്ഞേ. എന്താണ്? സൗബുൻ. വെരി ഗുഡ്. എന്താണ്? സൗബുൻ. ഓക്കെ ഈ സൗബിന്റെ മുകളിലും താഴെയിലും ഒക്കെ ആയിട്ട് ഒരു അക്ഷരം എഴുതിയിട്ടുണ്ട്. അത് ഏത് അക്ഷരാന്ന് വായിച്ചേ? ഒന്ന് വായിച്ചേ. ഏത് അക്ഷരം? ത ആണോ? ത ആണോ? ശ്രദ്ധിച്ച് നോക്കിക്കേ. എത്ര പുള്ളി ഉണ്ട് നോക്കിക്കേ. മുകളില് 3 പുള്ളി ഉണ്ട്. അപ്പൊ എന്താ വായിക്കുക? സ. എന്താണ്? സ. ഓക്കെ അപ്പൊ നിങ്ങള് ഈ സ എന്ന അക്ഷരത്തെ ഡോട്ടിലൂടെ ഒന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ സൗബുൻ ഒന്ന് കളർ ചെയ്ത് മനോഹരമാക്കുക. ഓക്കെ അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.